Hello, good morning, all. Welcome to today's session. In the previous class, we had completed our portions on consolidation, and the main difference between today's class, that is compaction and consolidation is a gradual process of reduction of volume under sustained static loading. Okay, it is not a rapid process; it is a gradual process. While compaction, it is a man-made process, or it is a pressing of the soil particles close to each other by mechanical methods. Okay, so the main difference is in consolidation there is a reduction in volume due to squeezing out of water, while in compaction the soil densifies due to the expulsion of air from the voids. Okay, so this is what that happens in compaction. See, here are some voids here, and it gets compacted when compaction is done. So the dry density also increases. So the main thing in compaction is when we compact, the dry density of the soil increases. So the compaction is the process. The soil particles are artificially rearranged and packed together into closer state of contact by mechanical means in order to decrease the porosity of soil and increase its dry density. സോ നമുക്ക് ലബോറട്ടറി കോമ്പാക്ഷൻ ടെസ്റ്റായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്. ഒരെണ്ണം ലൈറ്റ് ആയിട്ടുള്ള ടെസ്റ്റും ഒന്ന് ഹെവി ആയിട്ടുള്ള ടെസ്റ്റും. സോ ദ ലൈറ്റ് ടെസ്റ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആൻഡ് ദ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് ഈസ് നോൺ ആസ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. നമ്മൾ പ്രോക്ടർ ടെസ്റ്റ് എന്നാണ് കോമ്പാക്ഷൻ ടെസ്റ്റിനെ പറയുന്നത്. ആൻഡ് ദ പ്രൊഡക്റ്റ് വി ഗെറ്റ് ഈസ് എ കോമ്പാക്ഷൻ കർവ്. ഒരു കർവ് കിട്ടും. അത് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും. സോ ആ കർവ് ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റി വിൽ ഗെറ്റ്. സോ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിതിനെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ നമ്മൾ 3 ലെയേഴ്സ് ഓഫ് സോയിലാണ് എടുക്കുന്നത്. While in modified Proctor test, 5 layers of soil is taken. Then in standard Proctor test, 25 blows per layer ആണ് കൊടുക്കുന്നത്. മറ്റേതിലും 25 blows per layer. പക്ഷേ ഇൻ സം കേസസ് നമ്മൾ 56 ബ്ലോസും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ 2.6 കിലോഗ്രാം ഹാമറാണ് യൂസ് ചെയ്യുന്നത്. മോഡിഫൈഡിൽ 4.5 ഓൾമോസ്റ്റ് 4.8 കിലോഗ്രാം ഹാമറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഡ്രോപ്പും 310 mm ആണ് സ്റ്റാൻഡേർഡ് പ്രോക്ടറിൽ. അറൗണ്ട് 300 mm എന്ന് പറയാം. അത് മോഡിഫൈഡിലോട്ടാകുമ്പോൾ 450 mm ആയി മാറും. സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ആൻഡ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. സോ നൗ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് നോക്കാം. ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൽ നമ്മൾ എടുക്കുന്ന ഒരു മോൾഡ് എന്ന് പറയുന്നത് 100 mm ഇൻറ്റേർണൽ ഡയമീറ്ററും 127.3 mm ഹൈറ്റുമുള്ള ഒരു സിലിണ്ട്രിക്കൽ മോൾഡാണ്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1000 cc ആണ്. അത് 1000 cm3 കപ്പാസിറ്റി ഉള്ള ഒരു മോൾഡാണ് എടുക്കുന്നത്. അതിന് ഒരു ഡിറ്റാച്ചബിൾ ബേസ് പ്ലേറ്റ് ഉണ്ട്. അതിനൊരു റിമൂവബിൾ എക്സ്റ്റൻഷൻ കോളറും കാണും. അതായത് അതിൻ്റെ ഫിഗർ കണ്ടത് ഇങ്ങനെ ഇരിക്കും. So this is the standard Proctor test equipment, and it is based on Indian Standard Code 2720 Part 6. It is also known as light compaction technique. We use a metallic rammer of diameter 50 mm, weight 2.6 kilogram with a fall of 310 mm. അതായത് 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഹാമർ അല്ലെങ്കിൽ റാമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഹാമർ, റാമർ. അത് യൂസ് ചെയ്താണ് നമ്മൾ ഈ സോയിൽ, ആ മോൾഡിനകത്ത് സോയിൽ എടുക്കും, അതിനെ നമ്മൾ ടാമ്പ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്, ടാമ്പ് ചെയ്യുന്നത് ഒരു റാമർ വെച്ചിട്ടാണ്. അതായത് അതിൻ്റെ ഡയമീറ്റർ 50 mm, വെയിറ്റ് 2.6 കിലോഗ്രാമും, റാമർ ഇടുന്നത് 310 mm ഹൈറ്റിൽ കൂടാണ്. അത്രയും ഹൈറ്റ് മോളിൽ വെച്ചിട്ടാണ് റാമർ താഴോട്ടിടും.
അങ്ങനെ നമ്മൾ 25 ടാമ്പിങ്സ് കൊടുക്കും. അതാണ് ഈ പ്രോസസ്സ് പിന്നെ പറയാം. അപ്പം ഒരു മെറ്റാലിക് റാമർ ഉണ്ട്, പിന്നെ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജ് ഓഫ് അബൌട്ട് 300 mm ഇൻ ലെങ്ത് വിത്ത് വൺ എഡ്ജ് ലെവൽഡ്. അത് നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയുള്ള, സോയിൽ ലെവൽ ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. ദെൻ ബാലൻസ് ഫോർ വെയിങ് ദ സോയിൽ ആൻഡ് ഓൾ. ദെൻ IS സീവ് 20 mm ആൻഡ് 4.75 mm. രണ്ട് സീവുകളുണ്ട്. സീവ് സൈസ് തന്നിട്ടുണ്ട് 4.75ഉം 20 mm. സോ ഇത്രയും കാര്യങ്ങൾ എടുത്തതിന് ശേഷം പ്രോസസ്സ് പറയാം. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. We have to prepare about 6 kg of soil sample for 1000 cc mold by sieving it through 20 mm and retained at 4.75 mm sieve. അതായത് 6 kg സോയിൽ സാമ്പിൾ എടുക്കുക, അതായത് ഗ്രൗണ്ട് ചെയ്തെടുക്കുക. നമുക്ക് എവിടത്തെയാണോ സോയിലിൻ്റെ കോമ്പാക്ട് ചെയ്യേണ്ടത് ആ സ്ഥലത്തുനിന്ന് സോയിൽ എടുക്കുക. അതൊരു 6 കിലോ എടുക്കുക. ഈ 6 കിലോ നമ്മൾ കംപ്രസ് ചെയ്താണ് മോൾഡിനകത്ത് കയറ്റുന്നത്. സോ ഒരു 1000 cc മോൾഡിനകത്ത് ഇത് ഇരിക്കുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സീവ് ചെയ്തെടുക്കുന്നത് 20 mm കൂടെ പാസ്സാവുന്നതും 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ ഈ ഒരു കംപ്രഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ക്ലീൻ ഇറ്റ്, ഡ്രൈ ഇറ്റ് ആൻഡ് സ്ലൈറ്റ്ലി ഗ്രീസ് ദ മോൾഡ് ആൻഡ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റും മോൾഡും നമ്മൾ ഗ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇളകി വരത്തില്ല. കാരണം നമ്മൾ ടാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഈ മോൾഡിൽ നിന്ന് നമ്മുടെ സോയിൽ സാമ്പിളിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം, ഊരി മാറ്റണം. സോ സൈഡ് ഗ്രീസ് ചെയ്തില്ലെങ്കിൽ ഇത് ഇറങ്ങി വരത്തില്ല. ദെൻ വെയ് ദ എംറ്റി മോൾഡ് വിത്ത് ദ ബേസ് പ്ലേറ്റ് വിത്തൗട്ട് എക്സ്റ്റൻഷൻ കോളർ. കോളർ എന്ന് പറയുന്നത് ഒരു റിങ് പോലൊരു സാധനമാണ് മോൾഡ് ഫിക്സ് ചെയ്യുന്നത്. അതില്ലാതെ മോൾഡിൻ്റെ വെയിറ്റ് എടുക്കുക വിത്ത് ദ ബേസ് പ്ലേറ്റ്. അതായത് ഇത്രയും സാധനത്തിൻ്റെ വെയിറ്റ് എടുക്കുക. ഇതിന് മുകളിലുള്ളതാണ് കോളർ എന്ന് പറയുന്നത്. ഇതാണ് ഡിറ്റാച്ചബിൾ കോളർ. ഇതിൻ്റെ വെയിറ്റ് എടുക്കണ്ട, ഇതിൻ്റെ മാത്രം വെയിറ്റ് എടുക്കുക വിത്ത് ദ ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്ത് യു ഹാവ് ടു ടേക്ക് ദ വെയിറ്റ്. ദെൻ ടേക്ക് അബൌട്ട് 2.5 kg ഓഫ് സോയിൽ ഫോർ 100 mm ഡയ മോൾഡ് ഫോർ ലൈറ്റ് കോമ്പാക്ഷൻ. അതിൽ നിന്ന് 2.5 kg സോയിലാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ലൈറ്റ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റാണ്. ആഡ് വാട്ടർ ടു ദ സോയിൽ സ്പെസിമെൻ ടു ബ്രിങ് ദ മോയ്സ്ചർ കണ്ടന്റ് ടു അബൌട്ട് 4 to 5% ഇൻ സാൻഡി സോയിൽ. മിക്സ് ദ വാട്ടർ വിത്ത് സോയിൽ തറലി. അതായത് സോയിലിൻ്റെ 4 to 5% വാട്ടർ എടുത്ത് മിക്സ് ചെയ്യുക. ദെൻ ഡിവൈഡ് ദ സോയിൽ ഇൻറ്റു 3 parts. നമ്മൾ അതൊരു ട്രെയിലായിരിക്കും ചെയ്യുന്നത്. ട്രെയിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ 2.5 kg സോയിലിനെ 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 3 പാർട്ടായിട്ട്. കാരണം 3 പാർട്ടായിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ടാമ്പ് ചെയ്യുന്നത് ആദ്യം. എന്നിട്ട് ഇതിൽ ഓരോ ലെയർ എടുക്കുക. ആദ്യം ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ 25 blows വിത്ത് ദ റാമർ കൊടുക്കുക. ദെൻ ബിഫോർ പുട്ടിങ് ദ സെക്കൻഡ് ലെയർ മേക്ക് സ്ക്രാച്ചസ് ഓൺ ദ ഫസ്റ്റ് ലെയർ. ബിക്കോസ് ഇത് തമ്മിലുള്ളൊരു ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തമ്മിലുള്ളൊരു ആ ഒരു ബ്രേക്ക് ഉണ്ടാവാതിരിക്കാൻ, തമ്മിലൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി വി ഹാവ് ടു പുട്ട് സം സ്ക്രാച്ചസ് ഓൺ ദ ഫസ്റ്റ് ലെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഷാർപ്പ് എഡ്ജ് ടൂൾ. അതിനാണ് ആ ടൂൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ലെയേഴ്സ് ആർ സിമിലർലി കോമ്പാക്റ്റഡ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലാസ്റ്റ് തേർഡ് ലെയർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ കോളർ ഫിക്സ് ചെയ്യും. ഒരു കോളർ ഉണ്ടല്ലോ, ഡിറ്റാച്ചബിൾ കോളർ, അത് ഫിക്സ് ചെയ്തിട്ടായിരിക്കും തേർഡ് ലെയർ കോമ്പാക്ട് ചെയ്യുന്നത്. Then rotate the collar to break the bond between it and soil and then remove the collar. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്യുക കോളർ. ട്രിം ഓഫ് ദ സോയിൽ ടു മേക്ക് ഇറ്റ് ഫ്ലഷ് വിത്ത് ദ ടോപ്പ് ഓഫ് ദ മോൾഡ്. അത് കഴിഞ്ഞിട്ട് മുകളിൽ തെള്ളി നിൽക്കുന്ന സോയിൽ വല്ലതും ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് കളയുക. ക്ലീൻ ദ ലൂസ് സോയിൽ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ബേസ് ഓഫ് ദ മോൾഡ്. മോൾഡിൽ താഴെ നിന്നും ക്ലീൻ ചെയ്ത് കളയുക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ എന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുക്കുക. വെയ് ദ മോൾഡ് വിത്ത് ദ ബേസ് പ്ലേറ്റ് ആൻഡ് കോമ്പാക്റ്റഡ് സോയിൽ. നൗ ഇജക്ട് ദ സോയിൽ ഔട്ട് ഓഫ് മോൾഡ്. കാരണം ഇനി നമ്മൾ ഈ മോൾഡിൽ നിന്ന് സോയിൽ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഒരു സോയിൽ സ്പെസിഫിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മോൾഡിൻ്റെ ഷേപ്പിലുള്ള ഒരു സോയിൽ സ്പെസിഫിൻ നമുക്ക് കിട്ടും. അത് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ടേക്ക് എ റെപ്രസെൻറ്റേറ്റീവ് സോയിൽ സാമ്പിൾ ഫ്രം ദ സെൻറ്റർ ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ ഓവൻ ഫോർ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷൻ. വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷന് വേണ്ടി കുറച്ച് സോയിൽ എവിടെയെങ്കിലും എടുത്ത് നമ്മൾ ഓവനിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ വീണ്ടും 6 to 7 times റിപ്പീറ്റ് ചെയ്യുക. ബൈ ഇൻക്രീസിങ് ദ വാട്ടർ കണ്ടൻറ്റ് ബൈ 2% ഇൻ ഈച്ച് ടേൺ. ആദ്യം 4% എടുക്കുക, അടുത്ത 6 എടുക്കുക, പിന്നെ 8 എടുക്കുക, 10 എടുക്കുക. ഇതിൽ ഓരോ വട്ടവും നമ്മൾ ഈ 3 ലെയർ എടുക്കണം. 3 ലെയർ ടാമ്പ് ചെയ്യണം, കോളർ മാറ്റണം, വെയിറ്റ് എടുക്കണം, ദെൻ റിമൂവ് ചെയ്യണം, മോൾഡ് റിമൂവ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഓരോ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കണം. The bulk density and the corresponding dry density for the compacted soil are calculated from the following relation.
ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ബൾക്ക് ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ മാസ് ബൈ വോളിയം ചെയ്താൽ മതി. വോളിയം ഓഫ് ദ മോൾഡ് നമുക്കറിയാം, അതുപോലെ തന്നെ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വേ ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. Using this bulk density, we can find out the dry density using the bulk density and the water content. Water content നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് യൂസ് ചെയ്ത് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ വാട്ടർ കണ്ടൻറ്റിനും ഡ്രൈ ഡെൻസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്ലോട്ട് വരയ്ക്കാം. ആ പ്ലോട്ടിന് പറയുന്ന പേരാണ് കോമ്പാക്ഷൻ കർവ്. ദെൻ വാട്ട് ഈസ് സീറോ എയർവേർഡ്സ് ലൈൻ? നമുക്ക് ഈ കർവ് കാണുമ്പോൾ ഹിയർ വി ക്യാൻ സി എ കർവ് ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദിസ് കർവ്. This line is called the zero airwards line. And what is this zero airward line? A line which shows that water content dry density relation for the compacted soils containing a constant 100% constant percentage airwards is known as airwards line. It means that ഇതൊരു തിയറട്ടിക്കൽ കേസാണ്. അതായത് ഈ ഒരു എടുത്ത സോയിലിനകത്ത് എയർ വോയിഡ്സ് ഇല്ല എന്നുള്ളൊരു കേസാണ് ഇതിൽ പറയുന്നത്. എയർ വോയിഡ്സ് ഇല്ലാത്തൊരു കേസ് ഒരിക്കലും വരത്തില്ല. സോ ഇതൊരു തിയറട്ടിക്കൽ കേസാണ്. ഇതിൽ സീറോ എയർ വോയിഡ് ആയിരിക്കും. സോ നമ്മുടെ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, റോ ഡി ഈക്വൽ ടു 1 - NA × GρW ഡിവൈഡ് ബൈ 1 + WG. ഇത് കംപ്ലീറ്റ് സാച്ചുറേഷൻ വരുന്ന കേസാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 100% സാച്ചുറേഷൻ ലൈൻ. അതായത് 100% സാച്ചുറേഷൻ വരുമ്പോൾ എയർ വോയിഡ്സ് സീറോ ആയിരിക്കും. അതായിരിക്കും കൺസെപ്റ്റ്. സോ NA എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. സോ NA ഈക്വൽ ടു 0. സോ ദ ഇക്വേഷൻ ബിക്കംസ് റോ ഡി ഈക്വൽ ടു GρW ബൈ 1 + GW. ആൻഡ് ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ദ ഇക്വേഷൻ ബിക്കംസ് GρW ഡിവൈഡ് ബൈ 1 + WG by S. When S equal to 1, the equation becomes like this. This is the equation when S equal to 1. And if S is less than 1, then the equation is rho d equal to GρW by 1 + WG by S. This is the compaction curve that we get after doing this laboratory determination. Okay. The water content is in x-axis and dry density is in y-axis. And what we can see as a result of this compaction curve is the dry density first increases with the amount of with the addition of water content or water to the soil. And at a point when the water content becomes optimum, the dry density will happen, and then the dry density decreases with the increase of water content. That is this curve. Okay, this curve is the compaction curve. This is what happens in a curve. What happens in a compaction. So the next one is modified Proctor test. When we use this modified Proctor test is when the compaction is needed for heavier transport and military aircraft. നമുക്ക് ഈ കോമ്പാക്ഷൻ യൂസ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഇൻ റോഡ്സ്, ഹൈവേസ് ആൻഡ് ഓൾ. പക്ഷേ കുറച്ചുകൂടെ ഹെവിയർ കോമ്പാക്ഷൻ എഫേർട്ട് അല്ലെങ്കിൽ ഹെവിയർ ലോഡ് വരുന്ന കേസിൽ വി ഗോ ഫോർ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. ആൻഡ് the modified Proctor test, in this test we have a bigger mold and it has 5 layers and 25 blows per layer and 4.89 kilogram, most approximately 4.5 kilogram rammer is used, and for 450 drop also. The main difference is in standard Proctor test the drop was 310 or 300 hammer was 2.6 kilogram, blows were same, and there were only 3 layers. So as a result of a modified Proctor test, we get a curve which has a water content less than optimum moisture content less than the standard Proctor test, and with a small relatively small water content we get a large dry density for that soil. That is the main difference between a modified and a standard Proctor test. While we look into this graph, we can see that this is the
curve for modified Proctor test, and with approximately 12% of water content, we are getting 2.05 gram per cc as gram per centimeter cube of dry density in the case of a modified. And in the case of a standard Proctor test, since the loading is very small, we get 1.8 almost 1.8 gram per centimeter cube for a moisture content of 14%. So this is the main difference between the curve that obtained from a modified and standard Proctor test. പിന്നെ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ മോഡിഫൈഡ് Proctor ടെസ്റ്റ് വി യൂസ് എ മോൾഡ് ഓഫ് കപ്പാസിറ്റി 2250 ml, അതായത് 2250 ml കപ്പാസിറ്റി ഉള്ള ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 5 layers ഓഫ് സോയിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഒരു കോമ്പാക്റ്റീവ് എഫേർട്ട് ഇൻ മോഡിഫൈഡ് Proctor ടെസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് 4.5 times ദാറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് Proctor ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് Proctor ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി 4.5 ഇരട്ടി കൂടുതലാണ് നമ്മുടെ കോമ്പാക്റ്റീവ് എഫേർട്ട് ഇൻ ദ കേസ് ഓഫ് മോഡിഫൈഡ് Proctor ടെസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കർവ് മുകളിലായിട്ട് കിട്ടുന്നത്. വളരെ മുൻപേ ഒരു വാട്ടർ കണ്ടന്റിൽ തന്നെ ആ ഒരു കർവ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് മോഡിഫൈഡ് Proctor ടെസ്റ്റിൽ. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്. നൗ വി മൂവ് ഇൻ ടു ദ ഫീൽഡ് കോമ്പാക്ഷൻ ടെസ്റ്റ്. നമുക്ക് ഫീൽഡിൽ സോയിൽസ് ക്യാൻ ബി കോമ്പാക്റ്റഡ് ഇൻ ഫീൽഡ് ബൈ 3 മെത്തേഡ്സ്. 3 രീതിയിൽ നമുക്ക് ഫീൽഡിൽ കോമ്പാക്ഷൻ ടെസ്റ്റ് അല്ല, കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ റോളർ വെച്ച് റോൾ ചെയ്യുക, അല്ലെങ്കിൽ റാമിങ്, അതായത് ടാമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് റാം ചെയ്യാം, ഇടിച്ചിടിച്ചിടിച്ച് ഉറപ്പിക്കാം, അല്ലെങ്കിൽ വൈബ്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ ഉള്ളൊരു കോംപ്ലക്സ് കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് റോളിംഗ് എക്യുപ്മെൻറ്റ്സ്. And the first one is in that smooth wheel roller. Next one, pneumatic tired. Third one is sheep foot roller. Fourth one is lorries and pneumatic tired roller construction plan. The fifth one is track laying vehicles. റാമിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് കനോട്ട് ബി യൂസ് ഫോർ എ ലാർജ് ഓപ്പറേഷൻ, ലാർജ് ഫീൽഡ് ആൻഡ് ഓൾ. ഒരു വീടിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വളരെ ചെറിയതായിട്ടുള്ള വെയിറ്റ് ഡ്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ടാമ്പേഴ്സ് യൂസ് ചെയ്തോ ചെയ്യാം. ദ തേർഡ് വൺ ഈസ് എ ന്യൂ ടെക്നിക്. ഇറ്റ് ഈസ് യൂസിങ് vibrators, dropping weight type, pulsating hydraulic type. These are the brief lookout on the field compaction techniques. ആൻഡ് നമുക്കിത് കാര്യമായിട്ട് നോക്കാം. ഇത് ഏതൊക്കെ സോയിലാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ നമുക്ക് ആദ്യം സ്മൂത്ത് വീൽ റോളർ നോക്കാം. സ്മൂത്ത് വീൽ റോളർ എവിടെയാണ് വന്നത്? റോളിംഗ് എക്യുപ്മെൻറ്റ്സിൽ വന്ന ഒരു സാധനമാണ് സ്മൂത്ത് വീൽ റോളർ. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എക്യുപ്മെൻ്റാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിളാണ്, അല്ല ഒരു നമ്മൾ റോഡ് റോളർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ് ഈ സ്മൂത്ത് വീൽ റോളർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ റോഡൊക്കെ ടാർ ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ കോമ്പാക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് സ്മൂത്ത് വീൽ റോളറാണ്. ഇത് തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ കൺവെൻഷണൽ 3 വീൽഡ് ടൈപ്പ്. അതാണ് നമ്മുടെ കൺവെൻഷണലായിട്ട് യൂസ് ചെയ്യുന്നത്. 3 വീൽഡ് ടൈപ്പ് വിത്ത് 2 large smooth faced steel wheels in the rear and 1 small smooth faced drum in the front, weighing from 20 to 150 kilonewton. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സാധനമാണിത്. 2 വലിയ റോളേഴ്സ് പുറകിലും ഒരു ചെറിയ റോളർ ഫ്രണ്ടിലും ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 20 to 150 kilonewton ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടാൻഡം റോളേഴ്സ്, വെയിങ് ഫ്രം 10 to 140 kilonewton. അടുത്തതെന്ന് പറയുന്നത് ടാൻഡം റോളേഴ്സ് എന്ന് പറയപ്പെടുന്ന അതിന് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10 to 140 kilonewton ആണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 3 axle ടാൻഡം റോളേഴ്സ്, വെയിങ് ഫ്രം 120 to 180 kilonewton. കുറച്ചും കൂടെ കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന 3 axle ടാൻഡം റോളേഴ്സാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ പറയാം. സ്മൂത്ത് വീൽ റോളേഴ്സ് ആർ യൂഷ്വലി സെൽഫ് പ്രൊപ്പൽഡ് ആൻഡ് ആർ equipped with a clutch type reversing gear so that they can be operated back and forth without turning. ഓക്കെ, അതായത് നമ്മുടെ റോഡ് റോളർ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്മൂത്ത് വീൽ റോളറിൽ പറയുന്നത്. ഇത് നമ്മൾ റോഡുകളിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ,
സ്മൂത്ത് വീൽ റോളേഴ്സിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. ഓക്കെ, അല്ലാതെ ഡീപ്പ് ലെയർ സോയിൽസിനൊന്നും കോമ്പാക്ട് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റത്തില്ല. നമ്മുടെ ഹൈവേസിലേക്ക് ഗ്രാനുലാർ സബ് ബേസ് കോഴ്സൊക്കെ കോമ്പാക്ട് ചെയ്യാൻ റോഡുകളുടെയൊക്കെ നിർമ്മാണത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്മൂത്ത് വീൽ റോളേഴ്സ്. സീലിംഗ് ഓപ്പറേഷനാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അത് ഫിനിഷിംഗ് ഓർ സീലിംഗ് ഓപ്പറേഷൻസിനെ പറയാൻ പറ്റും. അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ അതിന്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂമാറ്റിക് ടയർഡ് റോളർ. Pneumatic tired roller, we can see in the figure what is. Okay, the common form of pneumatic roller consists of a box or platform mounted between two axles. അതായത് പുറകിലും ഫ്രണ്ടിലത്തെയും ആക്സിലിനിടയ്ക്ക് ഒരു ബോക്സ് ഉള്ള രീതിയിലായിരിക്കും ഈ റോളർ ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ നമുക്കറിയാം, ഫ്രണ്ടിൽ ബാക്കിൽ 3 വീൽസ് ഓർ 5 വീൽസ്, ഫ്രണ്ടിൽ 4 വീൽസ്, അങ്ങനെ ആയിരിക്കും. ഒരു ഓഡ് വീലിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ക്യാൻ ബി 9 to 11 വീൽസ്. ഓക്കെ, ബാക്കിൽ 4ഉം ഫ്രണ്ടിൽ 5, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കോമൺലി കണ്ടുവരുന്നത്. ടയർ പ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ റോളേഴ്സിനാണെങ്കിൽ 250 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷറായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. ടയർ പ്രഷർ വെച്ചിട്ടാണ് ഇത് ഈ നീഡിങ് ഓപ്പറേഷൻ, കോമ്പാക്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഹെവി റോളേഴ്സ് ആണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് 400 to 1500 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൊഹസീവ് സോയിൽസിനൊക്കെ കുറച്ച് നല്ലതാണിത്. കൊഹസീവിനാണെങ്കിലും കൊഹഷൻലെസ്സിനാണെങ്കിലും യൂസ് ചെയ്യാം. കൊഹസീവിനൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഒരു 15 സെൻറ്റിമീറ്റർ to 30 സെൻറ്റിമീറ്റർ ഒക്കെ ഡീപ്പിലോട്ട് കോമ്പാക്ട് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. മറ്റേതിനെ പോലെ ഒരു ഫിനിഷിംഗ് വർക്കല്ല, ഒരു 15 to 13 സെൻറ്റിമീറ്റേഴ്സ് വരെ താഴോട്ടൊക്കെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ജനറലി ഇത് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള കൊഹസീവ് ആയിട്ടുള്ളതും കൊഹഷൻലെസ് ആയിട്ടുള്ള 2 സോയിൽസിലും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളറാണ് ഷീപ്പ് ഫുട്ട് റോളർ. ഷീപ്പ് ഫുട്ട്, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഷീപ്പ് ഫുട്ട് റോളർ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഡ്രമ്മിൽ ഷീപ്പിൻ്റെ കാല് പോലുള്ള ഫുട്സ് ഇതിൽ പ്രൊജക്റ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, പ്രൊജക്റ്റിംഗ് ഫീറ്റ്സ് ഓഫ് ഷീപ്പ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് റോളേഴ്സിനെ പോലെയല്ല. മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൊഹസീവ് സോയിൽസിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് കൊഹസീവ് സോയിലാണ്. അതായത് കളിമണ്ണ് പോലുള്ള സോയിൽസിലാണ് കൂടുതലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഉഴുതുമറിക്കാനൊക്കെ പറ്റും. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കോമ്പാക്ഷൻ ഇതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫിനിഷിംഗ് വർക്കിനൊന്നും കൊള്ളത്തില്ല. പിന്നെ ഇതിൻ്റെ ഡ്രംസിൽ ലോഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഈ ഡ്രംസ് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് വാട്ടറോ സാൻഡോ നിറച്ച് അതിൻ്റെ വെയിറ്റ് കൂട്ടാൻ പറ്റും. ന്യൂമാറ്റിക് ടയേർഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡ്രം റേഞ്ച് എന്ന് പറയുന്നത് ലോഡ് 15 to 130 കിലോ ന്യൂട്ടൺ ആണ്. പ്രഷർ റേഞ്ച് ഫുട്ടിന് 800 to 3500 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരുന്ന രീതിയിലാണ്. The next one is track laying vehicles. The advantage of track over wheeled vehicles are covers larger surface area, suitable for use on soft, low friction and uneven ground such as mud, ice and snow. എല്ലാ രീതിയിലുള്ള സ്ഥലങ്ങളിലും ഇത് ചെയിൻഡ് ആണെങ്കിൽ ട്രാക്ക് ലേയിങ് ആണ് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓവർ അതർ വീൽഡ് വെഹിക്കിൾസ്. നൗ റാമസിനെ കുറിച്ചാണ് പറയുന്നത്. Rammers for compacting the soil comprise of pneumatic and internal combustion type, weighing 300 to 1500 Newton. Internal combustion type jumping rammers known as frog rammers weigh up to 1 Newton. അത്രേ ഉള്ളൂ. അതിനകത്ത് റാമേഴ്സിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ടാമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ടാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ടാമ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ഓഫ് അയൺ, അറ്റത്ത് ഒരു ബ്ലോക്ക് ഓഫ് അയൺ വരുന്ന രീതിയിലുള്ള 3 to 5 കിലോ വരെ 5 കിലോ വരെയൊക്കെ മാസ് വരുന്ന രീതിയിലുള്ള ഒരു വുഡൻ റോഡോ അല്ലെങ്കിൽ സ്റ്റീൽ റോഡോ ആയിരിക്കും. അതിൻ്റെ അറ്റത്തൊരു ബ്ലോക്ക് ഓഫ് അയൺ വരും. അത് വെച്ചിട്ട് നമുക്ക് മെക്കാനിക്കലി റാം ചെയ്യാൻ പറ്റും. കുറച്ച് ഏരിയയിലൊക്കെ റാം ചെയ്യാം. അതിനാണ് ടാമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൈബ്രേറ്റേഴ്സ്. വൈബ്രേറ്റേഴ്സ് ഒരു വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് എന്നും പറയാം. ഇതിനകത്ത് വൈബ്രേഷൻ വഴി നമുക്ക് കോമ്പാക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
നൗ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ. നമുക്ക് കോമ്പാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഗ്രാഫിൽ തന്നെ നമുക്ക് മനസ്സിലാവും മെയിൻലി രണ്ട് കാര്യമാണ് കോമ്പാക്ഷൻ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് വാട്ടർ കണ്ടൻ്റ് ആണ്. വാട്ടർ കണ്ടൻറ്റ് കാരണമാണ് കോമ്പാക്ഷൻ മെയിൻലി അഫക്റ്റ് ആവുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ, എത്രമാത്രം കോമ്പാക്റ്റ് ചെയ്യുന്നു, അല്ലെ പിന്നെ ടൈപ്പ് ഓഫ് കോമ്പാക്ഷൻ, അതായത് ഹെവി കോമ്പാക്ഷൻ ആണോ അതോ അതായത് ലൈറ്റ് കോമ്പാക്ഷൻ ടെക്നിക്കാണോ, പിന്നെ സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അഡ്മിക്സർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ടതായിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. So we can stop here this class. സോ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.